അസ്സലാമലൈക്കും. ഞാൻ ഇതുവരെ പറയാത്തതായിട്ടും നിങ്ങൾ എന്നോട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇല്ലേ, നമുക്ക് പിന്നെ കുറേ ഇൻട്രോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ സ്ക്രീൻഷോട്ടെല്ലാം എടുത്ത് വെച്ചിന്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വന്നിന്. ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ ടാബ് ഇട്ട സമയത്ത് 300-ലധികം ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ കോമൺ ആയിട്ടുള്ളതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിന്. പിന്നെ എനിക്ക് അറിയാമല്ലോ എന്നോട് എന്തെല്ലാം ചോദിക്കുന്നതെന്നുള്ള സ്ഥിരമായിട്ട്. അപ്പോൾ അതിനുള്ള ആൻസറാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ, കോഴ്സ് കഴിഞ്ഞിട്ട് ജോബിന് പോകുന്നില്ലേന്നാണ് എന്നോട് എപ്പോഴും ചോദിക്കൽ. ഞാനില്ലേ ഒരു 6 മന്ത് ഡിപ്ലോമ ചെയ്തിട്ടുണ്ടായിരുന്നു, ടീച്ചിങ് കോഴ്സേനു ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ആ എക്സാം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിന് കഴിഞ്ഞ വർഷം. പക്ഷേങ്കിൽ അത് ഞാൻ വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നാ നിങ്ങൾ ജോലിക്ക് പോകാത്തതെന്ന് എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൻ്റെ കാരണം ഞാൻ പെട്ടെന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാനല്ല ആ കോഴ്സ് ചെയ്തിന്. പിന്നെ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ജോലിയായിട്ട് ഈ വീഡിയോ ക്രിയേഷൻ തന്നെയാണ് കൊണ്ടുപോകുന്നത് ലാസ്റ്റ് 6 വർഷമായിട്ട്. പക്ഷേങ്കിൽ എനിക്ക് എപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു എൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണെന്നുള്ള. കാരണം എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ ഒരിക്കലും പെർമനൻ്റ് അല്ല എന്ന് എനിക്കറിയാം. നമുക്ക് കിട്ടുന്ന വ്യൂ, നമുക്ക് കിട്ടുന്ന റീച്ച് എല്ലാം എപ്പം വേണമെങ്കിലും പോവാം. പക്ഷെ അൽഹംദുലില്ലാ ഇപ്പോൾ വരെ പോയിട്ടില്ല. പക്ഷേങ്കിൽ എപ്പോൾ ആയാലും എന്തെങ്കിലും കാരണം കൊണ്ട് പോവാന്നെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ വേണം. നമുക്ക് ജോലി ചെയ്യണം. എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് എപ്പോഴും ജോലി ചെയ്യണം എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് പ്ലാൻ ബി പോലെ ഒരു കോഴ്സ് ചെയ്ത് വെച്ച് നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ എടുത്തു വെച്ചത്. അല്ലാണ്ട് എനിക്ക് ഇപ്പം തന്നെ ടീച്ചറായി ജോയിൻ ചെയ്യാൻ പറ്റൂല എന്നുള്ള എനിക്ക് 100% അറിയാം. കാരണം എനിക്ക് ഇത് ചെയ്യാൻ തന്നെ എനിക്ക് സമയം കിട്ടലില്ല, സമയം എത്തലില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ ജോലിക്കൊന്നും ജോയിൻ ചെയ്യാത്തേട്ടാ. അപ്പോൾ ഇത് തന്നെ ഒരു ജോലിയല്ലേ. പക്ഷെ ചില ആൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് വെറുതെ വീഡിയോ ചെയ്യല അങ്ങനെയല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇത് ശരിക്കും ഒരു ജോലി തന്നെയാണ് കേട്ടോ. അടുത്ത കമൻറ്റ് വായിക്കണേ, റിപ്ലൈ തരണേ. ഞാൻ കുറേ ഇയേഴ്സായി സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളാണ്. എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾ മറ്റ് യൂട്യൂബേഴ്സിനെ പോലെ കൊളാബ് ചെയ്യാൻ ക്യാഷ് വാങ്ങിക്കോ. ഐ മീൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യുന്ന ഗേൾസ്, മദേഴ്സ് എല്ലാവരും ഉണ്ടല്ലോ. ആൾ ഉദ്ദേശിച്ചിന് ഇപ്പം പുതിയ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഗേൾസിൻ്റെ മദേഴ്സിൻ്റെനെല്ലാം നിങ്ങൾ ക്യാഷ് വാങ്ങുമെന്ന്. ഞാൻ പ്രൊമോഷൻസ് ക്യാഷ് വാങ്ങിയിട്ട് മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ. പക്ഷേങ്കിലേ നമുക്ക് ചില ആളെ തോന്നൂലേ, എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുക എന്താണെന്നറിയാം. അതിപ്പോൾ എത്ര വലിയ ഫോളോവേഴ്സുള്ള പേജാണെങ്കിലും എത്ര ചെറിയ പേജാണെങ്കിലും ചോദിക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊമോഷൻസ് ചെയ്തു തരുമെന്ന്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റൂല. പക്ഷേ ഞാൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കലുണ്ട്. ആർക്കാന്നറിയാം, നമുക്ക് തോന്നൂലേ നമുക്ക് തരാൻ അവരേൽ പൈസ ഇല്ല നമുക്ക് തോന്നും. അങ്ങനെയുള്ളവർക്ക് ഞാൻ ഇപ്പം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കലുണ്ട്. ഇപ്പോൾ ഞാനൊരു ബ്രാൻഡിൻ്റെ എൻ്റെ ഒരു ആവറേജ് ഇപ്പോൾ പ്രൊമോഷൻ ചാർജ് എന്ന് പറയാൻ ഒരു 30,000 അല്ലെങ്കിൽ 40,000 വരെ വാങ്ങിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കലുണ്ട്. 20,000 അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ, പക്ഷേ ഒരു ലേഡീനോട് അല്ലെങ്കിൽ ഒരു ഗേൾ, ഒരു പെൺകുട്ടി പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിയാണെങ്കിൽ ഞാൻ 1000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കലുണ്ട്, 2000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കലുണ്ട്. ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളവർ എന്നോട് കുറേ താങ്ക്സ് എല്ലാം പറയും കേട്ടോ. കാര്യം കുറേ ആളോട് ചോദിച്ച് ആരും ചെയ്ത് തന്നിട്ടില്ല, നിങ്ങൾ ചെയ്ത് തന്നെന്നെല്ലാം പറഞ്ഞിട്ട്. കാര്യം അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മൾ കാരണം ഒരാൾക്കൊരു ഹെൽപ്പ് ആയല്ലോ എന്നുള്ള സന്തോഷം എനിക്ക് നല്ലോണം ഉണ്ടാവലുണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം ആ റേറ്റിന് ചെയ്ത് കൊടുക്കലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അസ്സലാമലൈക്കും. ഗൾഫ് ജീവിതം കൊണ്ട് എന്തെല്ലാം പഠിച്ചു? വലൈക്കും അസ്സലാം. ഗൾഫ് ജീവിതം കൊണ്ട് എല്ലാം പഠിച്ചു. ഒറ്റക്ക് കുക്ക് ചെയ്യാൻ പഠിച്ച്, ഒറ്റക്ക് ക്ലീനാക്കാൻ പഠിച്ചു, ഒറ്റക്കൊരു വീട് നടത്തി കൊണ്ടുപോകാൻ പഠിച്ച്. പിന്നെന്നാ നമ്മുടെ നാട്ടിലാകുമ്പോൾ എല്ലാം ഉമ്മ ചെയ്തു തരും, അങ്ങനെയല്ലല്ലേ. ഇനിയിപ്പോൾ സ്വന്തമായിട്ടൊരു നാട്ടിലൊരു വീട്ടിൽ കൂടിയാൽ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നൂല. കാര്യം എല്ലാം ഈടുന്നും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ ഗൾഫിൽ അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ അല്ല, വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചവർക്ക് മനസ്സിലാവും എല്ലാം ഒറ്റയ്ക്ക് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കും. അതുതന്നെ എല്ലാം അങ്ങനെ പഠിക്കും. പ്രത്യേകിച്ച് വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് നല്ലോണം പഠിക്കും. ചില സമയത്തെല്ലാം നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റൂല, എന്തെല്ലോ തോന്നും. പിന്നെ എപ്പോഴാണ് നാട്ടിലേക്ക്, വീട് പണി എന്തായി, മക്കളെ സ്കൂളിൽ ചേർത്തോ, ഇക്ക നാട്ടിൽ സെറ്റിലാവോ? ഇതെല്ലാം ഒരാളാണെന്നേ ചോദിച്ചിന് ഷംല. പിന്നെ നാട്ടിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇപ്പോൾ
ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ ടിക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മുന്നേ എടുത്ത് വെക്കും. നമ്മൾ ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ല. പക്ഷേങ്കിൽ മെയ് മാസം ലാസ്റ്റ് അങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് പോവുക. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫേർണിച്ചറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ഒരു സ്റ്റേജായ. പിന്നെ മക്കളെ സ്കൂളിൽ ചേർത്തോ? ഇല്ല, ചേർത്തിട്ടില്ല. നാട്ടിൽ പോയിട്ട് വേണം ചേർക്കാൻ. ഇക്ക നാട്ടിൽ സെറ്റിലാവോ? നാട്ടിൽ ഇക്കാക്ക് പണിയൊന്നുമില്ല, അതുകൊണ്ട് നാട്ടിൽ സെറ്റിലാവില്ല. നാട്ടിൽ പണി ഉണ്ടെങ്കിൽ നാട്ടിൽ സെറ്റിലാവാനോ, പക്ഷേ ഇല്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സന സലാമ ചോദിച്ചിനെ, ഒമാൻ ലൈഫ് ഓർ കേരള ലൈഫ് വിച്ച് ഇസ് ബെറ്റർ ഓർ കംഫർട്ടബിൾ? ടെൽ മീ ദ എക്സ്പെൻസസ് ഓഫ് ഒമാൻ എസ്പെഷ്യലി ഇൻ എഡ്യൂക്കേഷൻ. ഇതിൽ ഞാൻ മുന്നേ ഒരു വർഷം മുന്നേ ഒരു വീഡിയോയിൽ സ്കൂളിൻ്റെ എക്സ്പെൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞ തെറ്റേനു. ഞാൻ അതിൽ പറഞ്ഞ ട്യൂഷൻ ഫീ മാത്രം പറഞ്ഞത്. അതെന്നോട് കുറേ ആൾ ഒമാനിലുള്ളവർ എന്നെ മെസ്സേജ് അയച്ചിന്. ഞാൻ പറഞ്ഞ തെറ്റേനു കേട്ടോ. അത് ഞാനിപ്പോൾ ഇതിൽ കറക്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒമാൻ ലൈഫ് ഓർ കേരള ഇസ് ബെറ്റർ. ഇതിപ്പോൾ നമ്മളെ നാട് നമുക്ക് നല്ല തന്നെ, പക്ഷേങ്കിൽ ലൈഫ് വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഒമാനാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. ഇതെങ്ങനെ ബാഡായിട്ടൊന്നും എടുക്കണ്ട, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ജീവിക്കാൻ നല്ല കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നില്ല എനിക്ക് ഒമാനാണ്. പക്ഷേങ്കിൽ നമ്മളെ നാടിനോട് എപ്പോഴും ഇഷ്ടമുണ്ട്. നമുക്ക് നമ്മളെ നാട് എന്നുള്ളൊരിഷ്ടം. പിന്നെ ഇപ്പോൾ ഒരു പുറത്തെല്ലാം പോകണമെങ്കിൽ നമുക്ക് പുറത്ത് പോയി ഇരിക്കാൻ, ഇങ്ങനെ പാർക്ക് കാര്യങ്ങൾ, അങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ഇവിടെ കുറച്ച് നല്ലോണം തോന്നലുണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം കുറവല്ലേ. ബീച്ചെല്ലാം ഉണ്ടാവില്ല ശരി തന്നെ, പക്ഷെ എന്നാലും കുറച്ചും കൂടി വൃത്തിയും എല്ലാം ഉള്ള ആയിട്ട് നമുക്ക് ഇവിടെ തോന്നലുണ്ട്. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. കുറച്ചും കൂടി നമുക്കെല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം. പിന്നെ സ്കൂളിൻ്റെ എക്സ്പെൻസ് പറയുന്നതിന് മുന്നേ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇതിലെടുത്തിട്ടില്ല, പക്ഷെ എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒമാനിലെ നിങ്ങളെ 1 month എക്സ്പെൻസ് പറയുമെന്ന്. പക്ഷെ അത് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് എന്നോട് മുന്നേ പറയുന്നതിന്, അത് പറയുന്നതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഒരാളെ ഒരു മാസം ജീവിക്കാനുള്ള ചിലവ് ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അധികം ഒമാനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളവരാണ് എന്നോട് ചോദിക്കല്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ജീവിത ചിലവ് പോലെ ആയിരിക്കില്ല നിങ്ങളുണ്ടാവുക, വേറൊരാളുണ്ടാവുക, ഓരോരാളെയും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ റൂം റെൻറ്റ് അല്ലെങ്കിൽ സ്കൂൾ എക്സ്പെൻസ് എല്ലാം ഒരേപോലെ ആയിരിക്കും. റൂം റെൻറ്റിലും വ്യത്യാസം ഉണ്ടാവും, പക്ഷേങ്കിൽ നമുക്ക് ഒരു ആവറേജ് പറയാൻ പറ്റുമല്ലോ. അല്ലാണ്ട് ജീവിത ചിലവ് പറയുന്നതിനോട് എനിക്ക് അത് കുറച്ചുകൂടി പേഴ്സണലായിട്ട് എനിക്ക് തോന്നലുണ്ട്. അതങ്ങനെ പറയേണ്ടതല്ല എന്ന് എനിക്ക് തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പറയാത്തത്. പിന്നെ ഈ സ്കൂളിൻ്റെ ഞാൻ പറഞ്ഞുതരാം. 1 month ട്യൂഷൻ ഫീ വരുന്നത് 44 ഒമാൻ റിയാലാണ്. അത് ഓരോ ക്ലാസ്സിലും വ്യത്യാസമായിരിക്കും. 44 ഒമാൻ റിയാൽ എന്ന് പറഞ്ഞാൽ 44 ഒമാൻ റിയാലിൻ്റെ ഇപ്പോഴത്തെ റേറ്റില്ലേ, ഇന്ത്യൻ റേറ്റ് 10,500 ആ ഒരു റേറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു മാസത്തെ ട്യൂഷൻ ഫീ മാത്രം 10,500. ഇവിടെ നമ്മൾ 12 മാസവും ഫീ കൊടുക്കണം. 2 മാസം സ്കൂളിൽ ലീവ് ഉണ്ടാവില്ലേ, പക്ഷേങ്കിൽ ഫീക്ക് ലീവില്ല, 12 മാസവും കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 528 ഒമാൻ റിയാലാണ് ഇപ്പോൾ എൻ്റെ മക്കൾക്ക് വരുന്നത്. പക്ഷേങ്കിൽ അത് ഹയർ ക്ലാസ്സസിലോട്ട് എത്തുമ്പോൾ കൂടുവേ, അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ 528 ഒമാൻ റിയാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വർഷത്തെ ട്യൂഷൻ ഫീയിലെ 1,30,000 ഓൾമോസ്റ്റ് 1,29,000 സംതിങ്. അപ്പോൾ ഇത് ട്യൂഷൻ ഫീ മാത്രം. അതിന് പുറമേ ഒരു സ്കൂളിൽ അയക്കുന്ന കുട്ടിക്ക് എന്തെല്ലാം ചിലവുണ്ടോ, ഇപ്പോൾ അവരെ ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ സ്കൂൾ വാനാണെങ്കിൽ അത്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ അതിൻ്റെ ചാർജ്, പിന്നെ യൂണിഫോം, ബുക്ക് കാര്യങ്ങൾ, സ്കൂളിൽ എക്സ്ട്രാ വരുന്ന സംഭവങ്ങൾ, പിക്നിക്കിൻ്റെ ഇപ്പം ടൂർ പോകുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ ഒരു സ്കൂളിൽ എന്തെല്ലാം സംഭവങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ ട്യൂഷൻ ഫീ മാത്രം 1,30,000 വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം കൂടുമ്പോൾ 2 ലക്ഷം ആണ് ആവറേജ് ഒരു വർഷത്തേക്ക് ഒരു കുട്ടിന്. അതും 4ാം ക്ലാസ്സുള്ള കുട്ടിക്ക്. അപ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്കുള്ള എഡ്യൂക്കേഷൻ എക്സ്പെൻസ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ കുറവ് വരാം, നേരിയ ഡിഫറൻസ്
ചിലപ്പോൾ കുറവ് ചിലപ്പോൾ കൂടുതൽ വരാട്ടാ. ഞാൻ അങ്ങനെ ട്യൂഷൻ ഫീ മാത്രമേ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞേ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എക്സ്പെൻസസ് എല്ലാം എത്രത്തോളം ഉണ്ടാവും എന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഓരോ ഗൾഫ് കൺട്രീസിലും വ്യത്യാസമായിരിക്കും. ഇത് ഒമാനിലെ നമ്മൾ നിൽക്കുന്ന ഏരിയയിലുള്ള എനിക്കറിയാവുന്ന കണക്കാണ് ഞാൻ പറഞ്ഞത്. ഒമാനിൽ തന്നെ ഓരോ ഏരിയയിലും വ്യത്യാസം ഉണ്ടാവും. ഒമാനിൽ മാത്രമല്ല വേറെ ഗൾഫ് കൺട്രീസിലോട്ട് പോകുമ്പോൾ അവിടെയും വ്യത്യാസം. അടുത്ത ചോദ്യം ശ്രീലേഖ പ്രദീപൻ എനിക്ക് എപ്പോഴും കമൻ്റ് ഇടുന്നതാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ജീവിതം ഒമാൻ നൗ ഡ്യൂറിങ് ദ വാർ ടൈം? ഇവിടെ ഒമാനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഇപ്പം വില കൂടുതലെല്ലാം ഉണ്ടല്ലോ, സാധനങ്ങൾക്ക് വില കൂടുക, ചില സാധനങ്ങൾ നമുക്ക് കിട്ടാണ്ടിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ശ്യാമിൻ്റെ ഉമ്മാക്ക് കൊടുത്ത മറക്കാനാവാത്ത സമ്മാനം. ഞാൻ എൻ്റെ ഉമ്മാക്ക് ഓരോരോ സാധനങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിക്കൊടുത്തിട്ട്, ഇപ്പോൾ ഡ്രസ്സായാലും ജ്വല്ലറീസ് ആയാലും എല്ലാം വാങ്ങിക്കൊടുത്തിന്. എൻ്റെ ഉമ്മാക്കല്ല ഇക്കാൻ്റെ ഉമ്മാക്കും അങ്ങനെ തന്നെ വാങ്ങിക്കൊടുത്തിന്. പക്ഷെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തിന്. അത് ഞാനല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇക്കയാണ് സാധിച്ചു കൊടുത്തത്. പക്ഷെങ്കിൽ അത് നമ്മൾ കൊടുത്തൊരു സമ്മാനം പോലെ. പക്ഷെ നമുക്കത് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് പക്ഷേ ഒരു സാധനമല്ല. ഇപ്പോൾ ഒരു സോളിഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഗോൾഡാ അല്ലെങ്കിൽ ഡ്രസ്സാ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, ഒരു സാധനമല്ല. പക്ഷെ ഉമ്മ ഭയങ്കര ആഗ്രഹിച്ചൊരു സംഭവം അത് നടത്തി കൊടുത്തിന്. പിന്നെ പക്ഷെ അതെനിക്ക് പറയാൻ പറ്റില്ല, എന്നാ ചെയ്യാം, ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്യും. പിന്നെ ഇല്ലേ അടുത്ത ഡോട്ടേഴ്സ് സ്കിൻ കെയർ റുട്ടീൻ. അല്ല അതില്ലേ, എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു സ്കിൻ കെയർ റുട്ടീനൊന്നും ഇല്ല. മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും, അല്ലാണ്ട് വേറെ അങ്ങനെയൊന്നും നമ്മൾക്കൊന്നും ചെറിയ കുട്ടിക്കൊന്നും വല്ലാണ്ട് അങ്ങ് സ്കിൻ കെയർ ഒന്നും ചെയ്യണ്ട. എന്തിന്? അവർ ഭയങ്കരമായിട്ട് വെയിലത്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക, കുട്ടികളെ സൺസ്ക്രീന് വാങ്ങി ഇട്ട് കൊടുക്കുക. ഇവിടുന്ന് സൺസ്ക്രീന് ഞാൻ ഇട്ട് കൊടുക്കലില്ല. കാര്യം ഇവിടുന്ന് പകലെവിടെയും പുറത്തു പോകില്ല. പിന്നെ ഇങ്ങനെ ഡേ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ സൺസ്ക്രീൻ ഇടണം എന്നെല്ലാം പറയും. പക്ഷെ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കലില്ല. ഞാൻ റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇടണം എന്ന് പറയും, അങ്ങനെയൊന്നും ഇടലില്ല. ഡ്രൈ ആവുന്നതുകൊണ്ട്, സ്കിന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് മോയ്സ്ചറൈസർ ഇടും, അല്ലാണ്ട് വേറൊന്നും ചെയ്യലില്ല. പിന്നെ എപ്പോഴെങ്കിലും പുറത്ത് പോയിട്ട്, വെയിലത്ത് പുറത്ത് പോവലേ ഇല്ല. നമ്മളെപ്പോഴും രാത്രിയൊക്കെ പുറത്ത് പോലെ എപ്പോഴെങ്കിലും പുറത്ത് പോയിട്ട് ഇങ്ങനെ പെരുന്നാളിനെല്ലാം പുറത്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ടാൻ അടിക്കും. ആ സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ തൈര്, കോഫി പൗഡർ, അല്ലെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ പുറത്ത് പോയിട്ട് വന്ന സമയത്ത് ഉലുവൻ്റെ ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ദിവസം ഭയങ്കര ബീച്ചിൽ, നമ്മൾ ഇപ്രാവശ്യം പെരുന്നാളിന് ബീച്ചിലല്ലേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഉലുവൻ്റെ ഒരു ഫേസ് പാക്ക് ചെയ്തിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യലുള്ളൂ, അല്ലാണ്ട് സ്കിൻ കെയർ റുട്ടീനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ക്യാൻ യു ടെൽ ഇൻ ഡീറ്റെയിൽ അബൌട്ട് പോസ്റ്റ്പാർട്ടം ഡേയ്സ് പ്ലീസ്? ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു ഗെറ്റ് ബാക്ക് ടു നോർമൽ? പോസ്റ്റ്പാർട്ടത്തിൻ്റെ ചോദിച്ചിന്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നും പറഞ്ഞിട്ട് എനിക്ക് വല്ലാണ്ട് അങ്ങ് ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ഉണ്ടായിന് എങ്ങനെയാണെന്നറിയാം. ആലൂനെ പ്രഗ്നൻ്റ്, സെക്കൻഡ് ബേബി പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്കൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ഇവിടുന്ന് ഒമാനിന്ന് ഫസ്റ്റ് ഒരു 3-4 മാസത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ പോലെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഡൗട്ടേനു, രണ്ടാമതൊരു ബേബി വന്നാൽ ആദ്യത്തെ കുട്ടിനോടുള്ള ഇഷ്ടം കുറഞ്ഞു പോവോ എന്നുള്ള ഭയങ്കര ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് വെറുതെ ഞാൻ കരയലെല്ലാം ഉണ്ടായിരുന്നു. ഇന്നുവിനോട് ഇഷ്ടം കുറഞ്ഞു പോവോ എന്നല്ല. ഇപ്പം വിചാരിക്കുമ്പം എനിക്ക് അങ്ങനെ വലിയ എന്നാലും എനിക്ക് കരച്ചിൽ വരുന്നത്. പക്ഷെ അതിൽ നമുക്ക് വെറുതെ തോന്നിയാന്ന്, എനിക്ക് അത് വെറുതെ തോന്നിയാണെന്ന് മനസ്സിലാക്കാൻ രണ്ടാമത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് എല്ലാം അത് മനസ്സിലായ. ഞാൻ ആദ്യം വിചാരിച്ചിന് രണ്ടാമതൊരു കുട്ടി വന്നാൽ ഇന്നുവിനോട് എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല, രണ്ടാമത് വരുന്ന കുട്ടിനെ ഇഷ്ടപ്പെടില്ല, അങ്ങനെയല്ലേനു ഞാൻ വിചാരിച്ചിന്. എന്നിട്ട് പക്ഷെങ്കിൽ ശരിയായിന്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ പ്രഗ്നൻസിൻ്റെ ഫസ്റ്റ് ഒരു 3-4 മാസം പിന്നെ അത് ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് തോന്നിയതായിരിക്കും എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇക്ക രാവിലെ ഷോപ്പിൽ പോവും, പിന്നെ ഞാനും ഇന്നു മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഇന്നുവിനെ ഇങ്ങനെ നോക്കുമ്പോൾ വിചാരിക്കും എനിക്ക് അടുത്തൊരു കുട്ടി വന്നാൽ എനിക്ക് ഇന്നുവിനോട് ഇഷ്ടമുണ്ടാവില്ല എന്ന്. എന്നിട്ട് ഞാൻ വെറുതെ കരയലെല്ലാം ഉണ്ടേനു. എന്നിട്ട് ഇക്ക കുറച്ച് സമാധാനിപ്പിക്കലും ചെയ്യൂട്ടോ, അന്നേരം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഇക്കാക്കും ടെൻഷനായി എൻ്റെ ടെൻഷൻ കണ്ടിട്ട്. പക്ഷെങ്കിൽ നാട്ടിൽ പോയി നാട്ടിൽ പോയാലും പിന്നെ നമുക്ക് അങ്ങനെ ആലോചിക്കാനും സങ്കടപ്പെടാനും സമയമില്ല, കുറേ ആളുണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എനിക്ക് വന്നായിരിക്കും അങ്ങനത്തെ ചിന്തയെല്ലാം.
അത് കഴിഞ്ഞ് പ്രസവിച്ചേരൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് അന്ന നെക്സ്റ്റ് ബേബി പ്ലാനിങ്. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ 6 വർഷമായി. ഈ 6 വർഷത്തിൻ്റെ അടുക്ക് ഞാൻ പ്രസവിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും സാധാരണ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ആളെ കണ്ടിട്ടില്ലേ, പ്രഗ്നൻസി, ഓരോ മാസത്തിലെ ഓരോ വിശേഷങ്ങൾ കാണിക്കൽ. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും പ്രഗ്നൻ്റ് ആയാലും ഞാനങ്ങനെ എല്ലാം കാണിക്കുമെന്ന് നമുക്ക് തോന്നില്ല. ഞാനങ്ങനെ ഓരോ മന്ത് സംഭവങ്ങളൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ അങ്ങനെ ഞാനിതുവരെ പ്രസവിച്ച് കാണാത്തതുകൊണ്ടായിരിക്കും കുറേ കമൻറ്റ് എനിക്ക് വരും എപ്പോഴും. ഞാൻ എന്താക്കും, ഡിലീറ്റ് ആക്കും. പിന്നെ ആ കമൻറ്റിൽ കുറേ ലൈക്കെല്ലാം വരും, പിന്നെ ഞാനത് ഡിലീറ്റ് ആക്കി കളയും. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നമുക്കൊരു ചിന്ത വരില്ലേ നമുക്ക്, ഓക്കെ നമ്മൾ ഇപ്പം 4 ആളാണ്, അപ്പം 4 ആളിൽ ഒരാളും കൂടി വേണം നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതെന്നാന്ന് നമുക്കറിയില്ല. ഞങ്ങൾക്കായാലും ഇക്കാക്കായാലും അങ്ങനെ ഒരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഉണ്ടാവും 2 പെൺകുട്ടികളായാൽ ഒരു ആൺകുട്ടിനെ വേഗം വേണം എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ നമുക്കതില്ല. നമ്മളെ പണ്ടേ ഉള്ള ആഗ്രഹമായിരുന്നു, കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്നോട് ഇക്ക പറയുന്ന 2 പെൺകുട്ടികളെ വേണമെന്ന്. അൽഹംദുലില്ലാ അത് അങ്ങനെ തന്നെ നമുക്ക് 2 പെൺകുട്ടി തന്നെ കിട്ടി. അൽഹംദുലില്ലാ, അതാണ് എന്തോ ഭാഗ്യം. അൽഹംദുലില്ലാ. ആദ്യം പ്രസവിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരു പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ എല്ലാവരും വേറൊരു ജെൻഡറല്ലേ, ഇപ്പോൾ ഒരു പെണ്ണുണ്ടെങ്കിൽ ഒരു ആണിനല്ല ആഗ്രഹിക്കുക. പക്ഷെ നമ്മൾ ഒരു പെണ്ണ് തന്നെ വേണമെന്നതിനും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിന്. അതുപോലെ തന്നെ 2 പെൺകുട്ടികളുണ്ട് അൽഹംദുലില്ലാ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിലീറ്റ് ചെയ്ത കമൻറ്റ് ഞാനിതാ വീഡിയോ എവിടെയെങ്കിലും കൊടുക്കാം, നിങ്ങളത് വായിച്ചു നോക്ക്. ഈ കമൻറ്റ് എന്തിനു വന്നതെന്നറിയാം, ഈ ബിൽഡിങ്ങിലുള്ളൊരു പൂച്ചനെ ഞാൻ കാണിക്കല്ലേ, അപ്പോൾ അത് 2-3 മാസം മുന്നേ പ്രസവിച്ച് ഇപ്പോൾ പിന്നെയും പ്രഗ്നൻ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ. അതിന് വന്ന കമൻറ്റ് ചെയ്ത് ഈ ഒരു കമൻറ്റ് കണ്ടപാട് ഞാൻ ഡിലീറ്റ് ചെയ്തേ. എൻ്റെ മനസ്സിൽ വന്ന് എന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നത്, അങ്ങനെ എനിക്ക് മനസ്സിൽ വന്നതിനെ. പിന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പടി ഡിലീറ്റ് ചെയ്ത്. പിന്നെ അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു എന്തിനാ അതിനെല്ലാം റിപ്ലൈ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ആൾക്കാരിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് മാത്രം കണ്ടാൽ പോരാലോ. പിന്നെ ആ കമൻറ്റ് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്, ആ കമൻറ്റിന് കുറേ ലൈക്ക് വരും ഉറപ്പാണ്. പിന്നെ എല്ലാവർക്കും അതന്നെ അതന്നെ ആ ഒരു ചിന്ത അങ്ങനെ തന്നെ എല്ലാവരും ചിന്തിക്കും. പിന്നെന്തിനാ വെറുതെ നമ്മളങ്ങനെ നെഗറ്റീവ് നമ്മളെ കമൻറ്റ് ബോക്സിൽ വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തതാ. ചിലപ്പോൾ ആൾ ഫണ്ണി ആയിട്ട് പറഞ്ഞായിരിക്കുമേ, പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മ എൻ്റെ ഫേക്ക് അക്കൗണ്ട് എങ്ങാനായിരിക്കും എന്ന്. കാര്യം ഉമ്മ എന്നോട് ഇങ്ങനെ ചോദിക്കലുള്ളൂ. പിന്നെ കമൻസ് കുറേ വരലുണ്ട്. പിന്നെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. മൈ മോം ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫാൻ, ഷീ യൂസ് ടു വാച്ച് വ്ളോഗ് ബാക്ക് ഇൻ 2021, നോട്ട് ഷുവർ വെൻ യു സ്റ്റാർട്ടഡ്. 2021 തന്നെ ആയിരിക്കും. അല്ല 2021 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 2020 സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്നോട് കുറേ ആൾ പറയും ഉമ്മ കാണലുണ്ട്, മക്കൾ കാണലുണ്ട്, ഉമ്മാമ്മ കാണലുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ വ്ളോഗ് എല്ലാ റേഞ്ചിലുള്ളവരും കാണലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഐ ലൈക്ക് ദ വേ യു പ്രസൻറ്റ് എവറിത്തിങ്, താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾ എന്തിനാ നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന, ബിസിനസ് പ്ലാൻ ആണോ നാട്ടിലെന്ന്? സത്യം പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് പ്ലാനും ഇല്ല. കാര്യം കുറേ ആളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നതാന്ന് തോന്നുന്നു. കാര്യം എന്താണെന്നറിയാം, കുറേ വ്ളോഗേഴ്സ് എന്നല്ല, മിക്കവാറും എല്ലാ വ്ളോഗേഴ്സിനും ഓരോരോ ബ്രാൻഡ് ഉണ്ട്, ഓരോരോ പ്രോഡക്റ്റ് ഉണ്ട് അവർ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും എന്നോട് ചോദിക്കുന്നുണ്ടാവുക അതിനാണോ പോകുന്നതെന്ന്. അതിനൊന്നല്ല, ഞാൻ പണ്ട് അബായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചിട്ട് വലിയ കാര്യം പോലെ ഒരു വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒരു 2 വർഷം മുന്നേ. എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റായിട്ട് ഞാൻ ഒരു അബായ പോലും സെയിൽ ചെയ്തിട്ടില്ല. ഞാനെല്ലാം ക്യാൻസൽ ചെയ്ത്. എനിക്ക് കുറേ ഓർഡേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറേ ഓർഡേഴ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അത് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ട് സ്റ്റാഫിനെല്ലാം വെച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്യണം. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ബിസിനസ് പ്ലാനൊന്നും ആലോചിച്ചിട്ടില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നിഷ്വ ആണ് ചോദിച്ചിട്ട്, ഇന്നോനും ആലോനും ബോറിംഗ് ഉണ്ടോയെന്ന്. സ്കൂള് ഇല്ലാത്തതുകൊണ്ട് ബോറിംഗ് ഉണ്ടോയെന്ന്. ബോറിങ് മാത്രമേ ഉള്ളൂ. അവരെ ജനിച്ചെന്നെ ബോറടിച്ചിട്ടാന്ന് തോന്നുന്നു. എപ്പോഴും എന്നോട് പറയും ബോറടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർക്ക് പോകേണ്ട എല്ലാ ദിവസവും പാർക്കിൽ പോവാം. ഇപ്പോൾ സ്കൂളുണ്ടെങ്കിൽ വെള്ളി ശനിയും മാത്രമേ ചോദിക്കും, എത്ര മണിക്കാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, പാർക്കിൽ പോകുന്നില്ലേ എന്ന് വെള്ളി ശനിയും മാത്രമേ ചോദിക്കുമായിരുന്നു. ഇതിപ്പോൾ ആണെങ്കിൽ എല്ലാ ദിവസവും അങ്ങ് കൂട്ടി പോയാൽ മതി. ഇക്കാണെങ്കിൽ എല്ലാ സമയത്തും സമയം ഉണ്ടാവില്ല. അപ്പം എനിക്കാണെങ്കിൽ എനിക്കും സമയമില്ലാത്ത അവസ്ഥയാണ്. കാര്യം നമുക്ക് എല്ലാ ദിവസവും ഇവരെ കൂട്ടി പുറത്ത് പോകാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ആഴ്ചയ്ക്ക് എന്തായാലും 2-3 ദിവസം നമ്മൾ പുറത്ത് പോകും. പക്ഷേ ഇതിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് അവർക്ക് രാത്രി ആവുമ്പോൾ പുറത്ത് പോകാനൊരു തോന്നല. പക്ഷേങ്കിൽ അവരങ്ങനെ പോവും. പിന്നെ അങ്കിപ്പോൾ എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട് രണ്ടാളും. ഇന്നും പാത്രം കഴുകും, ആലുവാണെങ്കിൽ അടിച്ചു വാരും, നിലം തുടക്കും, എല്ലാം ചെയ്യും. ഇപ്പോൾ ക്ലീനിങ് ആണെന്നിപ്പോൾ അവരെ ബോറടിക്കുമ്പോൾ ഞാൻ പറയും എന്തെങ്കിലും ക്ലീൻ ചെയ്തോന്ന്, അന്നേരം ഭയങ്കര ഹാപ്പിയാവും. എന്നിട്ട് എന്തെങ്കിലും ക്ലീൻ ചെയ്യും. ആലുവാണെങ്കിൽ ഇന്നലെ വെറുതെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒരു തുണിയും എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ചുമരെല്ലാം തുടക്കുന്നുണ്ടേനു. എന്തിനാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ വിചാരിച്ചു മതി തുടക്കിട്ട് സമയം കൂടുമല്ലോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇല്ലേ, ഹായ് ഡിയർ, എന്നെ ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നമ്മൾ GCCയിലോട്ട് വെക്കേഷന് പോകുമ്പോൾ GCCന്ന് നാട്ടിലോട്ട് വെക്കേഷന് പോകുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നഗറ്റ്സ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഐഡിയ അബൌട്ട് ഇറ്റ്. അതോ അത് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതാണോ കുട്ടികൾക്ക് നല്ലതെന്ന്? ഹെന ബിന്നു ആണ് ചോദിച്ചത്. ഇവിടുന്ന് കൊണ്ടുപോകാനാണെങ്കിൽ ഐസ് ബാഗ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീസർ സെക്ഷൻ്റെ അടുത്ത് തന്നെ തൂക്കിയിട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും. ഇപ്പോൾ നഗറ്റ്സാ അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ ഫ്രൈസ് അങ്ങനെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ അത് നല്ലോണം ഫ്രീസ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ തന്നെ നമ്മൾ പോകാൻ നിൽക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഐസ് ബാഗിലിട്ടിട്ട് നാട്ടിലോട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതാണോ ഇവിടുന്ന് വാങ്ങിക്കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഓവർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡൊന്നും കുട്ടിക്ക് കൊടുക്കുന്നത് നല്ലതല്ല. ഞാൻ എൻ്റെ കുട്ടിക്ക് ഇതെല്ലാം കൊടുക്കലുണ്ട്, പക്ഷേങ്കിൽ ലിമിറ്റ് വെച്ചിട്ടേ കൊടുക്കുള്ളൂ. ആഴ്ചക്ക് 1-2 പ്രാവശ്യം മാത്രമേ കൊടുക്കുള്ളൂ. കാര്യം ഇതൊന്നും അത്ര നല്ലതല്ല എന്തായാലും. ഞാൻ നൂഡിൽസ് കൊടുക്കലുണ്ട്, പക്ഷേ അതെല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ടേ കൊടുക്കലുള്ളൂ. കുട്ടിക്ക് വയറിനെല്ലാം കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്നെല്ലാം പറയുന്ന കേൾക്കലുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ റിസു ഫാസി ചോദിച്ചിന്, ഷാമിത്ത വീട് പണി എവിടം വരെ ആയി? നിങ്ങൾ ഒമാനിലല്ലേ? അപ്പോൾ നാട്ടിൽ പണിയെടുക്കുമ്പോൾ ആരാ അത് നോക്കി കൈകാര്യം ചെയ്യുന്നത്? വീട് പണി എടുക്കുന്നവരോട് എന്തെങ്കിലും ഐഡിയ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും അറിയെങ്കിൽ പറയോ? അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞാനിനിയിപ്പം നാട്ടിൽ പോയിട്ട് ഞാനിപ്പോൾ പോകാൻ തന്നെ വിചാരിക്കുന്നു. ഇവിടെ നമ്മളൊന്നും നോക്കൂല, എനിക്കാണെങ്കിൽ ഒന്നിനും സമയമില്ല. ഇക്ക ബിസി ആയിരിക്കുമ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ എനിക്ക് നോക്കാനുള്ള സമയം ഉണ്ടാവും. ഇപ്പം ഞാനും ഫ്രീ അല്ലാണ്ടാവുമ്പോൾ നമുക്ക് നാട്ടിലാകുമ്പോൾ കുറച്ചെങ്കിലും ഫ്രീ ടൈം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു എല്ലാവരും ഒരു പ്രാവശ്യമല്ലേ വീടെടുക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കി നമുക്ക് ഇഷ്ടത്തിനുള്ള ഒരു സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാൻ പോലുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈന് നോക്കൂലേ, ഇപ്പോൾ ഒരു ഏരിയയിൽ ഇന്ന ഡിസൈന് വേണം നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ആദ്യം ഒന്ന് നോക്കണം. അതങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, നമ്മളൊന്ന് റിസർച്ച് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഒരു ഏരിയയിൽ കൊടുത്താൽ അത് സ്യൂട്ടാവുമോ നമ്മളെ മൈൻഡിൽ, അത് നമ്മൾ ആദ്യം ഒന്ന് ഇപ്പം എന്താ പറയുക, നമ്മളൊന്ന് മൈൻഡിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ആടെ വേറൊരു ഡിസൈന് മാറ്റി കൊടുക്കുക, അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചെടുക്കാനുള്ളൊരു സമയം, അല്ലെങ്കിൽ ഇപ്പോൾ പിൻട്രസ്റ്റ് ആണെങ്കിൽ അത് നോക്കാനുള്ള സമയം, അങ്ങനെ ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല, ഞാൻ നോക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തരാനോ അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ല. പിന്നെ നമ്മൾ ഡിസൈനിങ് തുടങ്ങിയിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ നാട്ടിൽ ഇക്കാൻ്റെ ബ്രദറുണ്ട്, ഇക്കാൻ്റെ ബ്രദറാണ് നല്ല നോക്കൽ. പിന്നെ അപ്പം അങ്ങനെ അതുകൊണ്ട് എനിക്കൊന്നും പറഞ്ഞു തരാൻ അറിയില്ല, എങ്ങനെ ആവും എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളാണെങ്കിൽ വീട് ഭയങ്കര സിമ്പിളായിട്ട് മതി എന്നാണ് വിചാരിക്കുന്നത്. ഇൻറ്റീരിയൽ ഡിസൈനിങ് ആയാലും പുറത്തെ ഡിസൈൻ ആയാലും എല്ലാം ഭയങ്കര സിമ്പിളാണ്. അത് ഇൻഷാ അല്ലാ വീട് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ഓവറായിട്ട് വീട്ടിൽ വർക്ക് ഉണ്ടാവുന്ന ഇഷ്ടമല്ല. എന്തിനാ കൂടുതൽ എക്സ്പെൻസ് വീട്ടിൽ അങ്ങനെ കൂടുതൽ ഇങ്ങനെ എക്സ്പെൻസീവായിട്ട് ചെയ്യുന്നതും ഒന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേങ്കിൽ വാങ്ങുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്തിട്ടാണ് ഇപ്പം എന്തായാലും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അത് മിനിമലായിട്ട് അങ്ങനെ, അല്ലാണ്ട് ലോ ക്വാളിറ്റി വെച്ച് ചെയ്യണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി തന്നെ ചെയ്യുക, പക്ഷേങ്കിൽ മിനിമലായിട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇപ്പം പറഞ്ഞുതരാൻ അറിയില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ വീട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ പറഞ്ഞുതരാൻ പറ്റും. ഇപ്പം ഞാൻ വീടിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കലില്ല. നാട്ടിൽ പോയിട്ട് വീട് കാണിക്കുമെന്ന് കുറേ ആൾ ചോദിക്കലുണ്ട്. ഞാൻ വീട് ഇതുവരെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് ഇന്ന സ്റ്റേജായി വീടിൻ്റെ പണി ഇങ്ങനെ ആയിരുന്നെന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കാര്യം എനിക്കത് ഇഷ്ടമല്ലേനു. ഞാൻ എപ്പോൾ ഒരു വീഡിയോയിൽ ചെറിയൊരു പോർഷൻ നമ്മളെ ജിപ്സം വർക്കില്ലേ മേലെ സീലിങ്ങിൻ്റെ വർക്ക് കാണിച്ച സമയത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഔട്ടായ ഡിസൈനാണോ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചിട്ട്. അന്നേരം തന്നെ ഞാൻ വിചാരിച്ചത് കാണിക്കണ്ടേനു. കാരണം നമ്മൾ കേർവ് മോഡലാണ് ചെയ്തത്.
അപ്പോൾ അത് ഔട്ടായ മോഡലല്ല, അത് ഓരോ മോഡലും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടാന്ന് ചെയ്യുക. പക്ഷെങ്കിൽ ഈ കേർവ് ഡിസൈന് പണ്ടുള്ള ഡിസൈനേനു, അതിപ്പോൾ പിന്നെയും എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ട് ഉള്ള ഡിസൈനാണത്. ഷാർപ്പ് എഡ്ജിനേക്കാളും കൂടുതൽ എല്ലാവരും ചെയ്യുന്ന ഇപ്പോൾ കേർവ് ആർച്ച് പോലത്തെ ഡിസൈനല്ലേ. അപ്പോൾ അതുതന്നെ നമ്മളും സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ ആളെന്നങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ വീടിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാഞ്ഞിന്. പിന്നെ കാരണം ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ എൻ്റെ വീട് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും വേണ്ട, അങ്ങനെ ഒരു ക്ലാഷ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും കാണിക്കാഞ്ഞിന്. പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രൊമോഷൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വീട് പണിയെടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കുറേ പ്രൊമോഷൻ വർക്കിൻ്റെ സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലേനു. കാര്യം ഇൻഷാ അല്ലാ ആ സമയത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടേനുള്ളൂ. ഇപ്പോൾ സോഫൻ്റെ ടീം എന്നെ കോൺടാക്ട് ചെയ്തിന്, കേർട്ടൻ്റെ ടീം കോൺടാക്ട് ചെയ്തിന്, അങ്ങനെയെല്ലാം ചെയ്തിന്. പക്ഷെ ഞാനൊന്നും അവർക്ക് റിപ്ലൈ ചെയ്തിട്ടില്ല. കാര്യം ആ സമയത്ത് ഇൻഷാ അല്ലാ നോക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും വീടിൻ്റെ വീഡിയോസ് കാണിച്ചിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ എന്തോ അത് എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഒരു മാർബിളിൻ്റെ മാർബിൾ ഷോപ്പിൻ്റെ പ്രൊമോഷൻ ചെയ്ത സമയത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് മാർബിൾ പ്രൊമോഷൻ ചെയ്തില്ലേ, നമ്മൾ അവിടെ നിന്നല്ല മാർബിൾ എടുത്തിട്ടുണ്ടായിനെ. അത് ഇന്ത്യൻ മാർബിളിൻ്റെ പ്രൊമോഷനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിന്. നമ്മൾ ഇന്ത്യൻ മാർബിളല്ല എടുത്തിന്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഷോപ്പ് മോശമായതുകൊണ്ടല്ല, നമുക്ക് ഇന്ത്യൻ മാർബിളല്ല വേണ്ടേനു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ നമുക്ക് മൈൻഡിലുള്ള കളറിൽ ഇന്ത്യൻ മാർബിൾ കിട്ടുന്നില്ലേനു. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മാർബിളല്ല ചൂസ് ചെയ്തതിന്. ഷാമി പ്ലീസ് ഹൈറ്റ് വെയ്റ്റ് പറയോ, നോർമലാണോ, പ്ലീസ് റിപ്ലൈ. ഹൈറ്റും വെയ്റ്റും ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെ വന്ന സമയത്ത് ഞാൻ നല്ലോണം വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വെയിറ്റ് 69 കിലോ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ 70 കിലോ ആയിട്ടില്ലേ, പക്ഷെ 69 കിലോ ആയി, ഓൾമോസ്റ്റ് ബോർഡറിൻ്റെ അടുത്ത്. അപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഉമ്മ വന്ന സമയത്ത് ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുന്നു. ഞാൻ ഫുഡ് കഴിച്ചാൽ ഞാൻ ബോൾ പോലെ ആയിട്ട് വരും. നല്ലോണം ഫുഡ് കഴിച്ചാൽ ഞാൻ ഉണ്ടയായിട്ട് വരും. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ എപ്പോഴും ഡയറ്റ് നിങ്ങൾ എന്നോട് ചോദിക്കലില്ലേ. അത് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് തടിക്കാത്ത. എന്നിട്ട് ഞാൻ ഉമ്മ പോയി കഴിഞ്ഞിട്ട് ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ റൈസ് ഷുഗർ എല്ലാം കട്ട് ചെയ്തിട്ട് ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസും ഗോതമ്പ് റൈസ് അങ്ങനത്തെ പോലത്തെ കാർബ്സ് കുറേ കട്ട് ചെയ്തിട്ട് ഞാൻ ഡയറ്റ് ചെയ്തിന്. എന്നിട്ട് ഞാനിപ്പോൾ രാവിലെ 66 പിന്നെ രാത്രിയിലാകുമ്പോഴത്തേക്ക് 67 അങ്ങനെ ആ ഒരു വെയിറ്റിലാണെന്നുള്ള. പിന്നെ എൻ്റെ ഹൈറ്റ് 156 സെൻറ്റിമീറ്ററാണ്, 156 സെൻറ്റിമീറ്റർ. അപ്പോൾ എൻ്റെ ഹൈറ്റിനുള്ള കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 61 കിലോ വരെ ഉണ്ടാകാൻ പാടുള്ളൂ. എൻ്റെ വെയിറ്റിനേക്കാൾ 5 കിലോ കൂടുതലാണ് ഞാൻ. നിങ്ങൾക്കിപ്പോൾ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നിങ്ങളെ സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ നിങ്ങളെ ഫീറ്റോ നിങ്ങളെ ഹൈറ്റ് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര വെയിറ്റ്, ഹൈറ്റ് വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എത്ര വെയിറ്റ് വേണമെന്നുള്ള മനസ്സിലാവാനുള്ള ചാർട്ട് വരും കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതിയേ. പിന്നെ ഹസീന ഹക്കീം പറഞ്ഞിന് അങ്ക് എന്ന് പറയൽ നിർത്തിക്കൂടെയെന്ന്. അങ്ക് നമ്മൾ കണ്ണൂരിൽ അനക്ക് ഇപ്പം എനിക്ക് നിങ്ങൾക്ക് പറയാം, നമുക്ക് പറയാൻ വിചാരിച്ചാൽ എനിക്ക് പറയാനെല്ലാം പറ്റും. പക്ഷെ നമ്മളെ കണ്ണൂരിൽ എനിക്ക് എന്നുള്ളതിന് അനക്ക് എന്ന് പറയും. അനക്ക് മലപ്പുറത്തെല്ലാം അനക്ക് എന്ന്, മലപ്പുറത്താണോ കോഴിക്കോടാണെന്നോ നമുക്കറിയില്ല. അനക്ക് എന്ന് പറയുന്നത് നീ എന്നുള്ള അനക്ക് എന്ന് പറയാം. നമ്മൾ കണ്ണൂരിൽ അനക്ക് എന്നുള്ളതിനാണ് അനക്ക്, സ്വന്തം, മൈസെൽഫ്, അതാണ് അനക്ക് എന്ന് പറയാം. അപ്പോൾ ഈ അനക്കിൻ്റെയും ഒരു ഷോർട്ട് ഫോമാണ് അങ്ക്, ANK, അങ്ക്. അപ്പോൾ അങ്ക് എൻ്റെ കണ്ണൂർ സ്ലാങ് പറയാനാണ് എപ്പോഴും ഇഷ്ടം. അങ്ക് പ്രിൻറ്റിങ് മലയാളം പറയാനറിയാം, അങ്ക് അച്ചടി ഭാഷ പറയാനറിയാം, അങ്കാവും. പക്ഷെ അങ്കത് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് നമ്മളെ നാട്ടിലുള്ള സ്ലാങ് പറയാനല്ലേ ഇഷ്ടമുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കണ്ണൂർ സ്ലാങ് തന്നെ പറയുന്നത്. അല്ലാണ്ട് പറയാൻ അറിയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനറിയാം. അപ്പോൾ അത് സാരിയില്ല. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നല്ലതും മോശമായിട്ടുള്ള ഓരോരോ അനുഭവങ്ങൾ പറയാനാണ്.
നല്ല അനുഭവങ്ങൾ എനിക്ക് കുറേ ഒന്നല്ല കുറേ അൽഹംദുലില്ലാ മാഷാ അല്ലാ കുറേ ഉണ്ടായിന്. ഫസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. ബാഡ് എന്ന് പറയാൻ എനിക്ക് എന്നോട് ഇതുവരെ എൻ്റെ ഫാമിലിയിലുള്ളവരോ എൻ്റെ ഫ്രണ്ട്സോ ഒന്നും എന്നോടൊരു മോശം പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല നല്ല പോസിറ്റീവ് മാത്രമേ പറയലുള്ളൂ. പക്ഷെങ്കിൽ ഇതൊരു നമ്മളെ കുറച്ച് ലോങ് റിലേഷനിലുള്ള കുറച്ച് അകന്ന ഒരു റിലേഷനിലുള്ള ആളാണ് ചോദിച്ചാൽ. ഇന്നുവിനോടാ ചോദിച്ചാൽ എന്നോടല്ല. പക്ഷെ എനിക്കതെന്തോ ബാഡായിട്ട് തോന്നിനെ. ഞാൻ അടുത്തന്നെ ഇരുന്നിട്ടുണ്ട്. നമ്മളൊരു വീട്ടിൽ പോയ സമയത്താണ് ഞാൻ അടുത്തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്നോടും കൂടിയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്നുവിനോട് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിന്. ഇന്നുവിനോട് ഒരു പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ചോദിച്ച്, മോളെ ഉമ്മ നോക്കലെല്ലാം ഉണ്ടാ, മോക്ക് ഇങ്ങക്ക് രണ്ടാക്കും ഉമ്മ ഭക്ഷണം എല്ലാം കറക്റ്റ് സമയത്ത് തരലുണ്ടാ, പിന്നെ അങ്ങനെ കുറേ ചോദ്യങ്ങൾ. നിങ്ങളെ നല്ലോണം നോക്കലുണ്ടാ, അല്ലെങ്കിൽ ഇതന്നെയാ ഫോണിൽ കുത്തിയിരിക്കൽ തന്നെയാ, അങ്ങനെ ചോദിക്കണ എൻ്റെ മക്കൾ ഞാൻ നോക്കൂലേ. അന്നേരം എനിക്ക് അങ്ങനെ മനസ്സിലുണ്ടേനു. പക്ഷെ ഞാൻ എവിടെയും പെട്ടെന്ന് അങ്ങനെ ഒരു ചോദിക്കുന്ന ആളല്ല. എനിക്ക് ചില സമയത്ത് തോന്നും എൻ്റെ മക്കളെ ഞാൻ നോക്കൂലേന്ന് എനിക്ക് ചോദിച്ചൂടെ. പക്ഷെങ്കിൽ ഞാനങ്ങനെ ചോദിക്കുന്ന ആളല്ല. ഞാൻ അപ്പോൾ ഇന്നു പറഞ്ഞാൽ നോക്കലുണ്ട് എന്നാൽ ഇന്നു എന്തോ റിപ്ലൈ ചെയ്തിന്. പക്ഷെ ഓളെന്നാ തിരിച്ച് പറഞ്ഞതെന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ ആ ചോദ്യം കേട്ടിട്ട് ഞാനാകെ ഷോക്കായിപ്പോയിന്. എൻ്റെ മക്കളെ പിന്നെ ഞാൻ നോക്കൂലേ, മക്കളെ നോക്കാണ്ട് എന്തെങ്കിലും ചെയ്യുക. പക്ഷെ എന്തിനാ അങ്ങനെ ചോദിച്ചതെന്നറിയില്ല. വെറുതെ ചിലർക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണ്, അതാ. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് അല്ലാണ്ട് ഇതുവരെ ഞാൻ ചെയ്യുന്ന ഈ ഒരു ജോലിൻ്റെ ഭാഗമായിട്ട് എന്നോട് ഇതുവരെ ആരും, യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് എന്നോട് ഇതുവരെ ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, അൽഹംദുലില്ലാ. പിന്നെന്നാ, അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പം നാട്ടിൽ പോയാൽ അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും എന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, അത് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ പണ്ട് ഫസ്റ്റ് ഞാനത് ഫീൽ ചെയ്ത എപ്പാന്നറിയാം. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത പാട് നാട്ടിൽ പോകുമ്പോൾ എയർപോർട്ടിൽ തന്നെ കുറേ ആൾ കണ്ടിട്ട് മനസ്സിലായിന്. എന്നിട്ട് എന്നെ സംസാരിക്കാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഫസ്റ്റായിട്ട് നാട്ടിൽ പോകുമ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ക്ലിക്കായി, കുറേ വ്യൂവേഴ്സായി, ഫോളോവേഴ്സെല്ലാം ആയിട്ട് നാട്ടിൽ ഫസ്റ്റ് പോയത് എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അന്നേരം എയർപോർട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ കുറേ ആൾ കണ്ട് സംസാരിക്കുകയെല്ലാം ചെയ്ത്. പിന്നെ ഒരു നോമ്പിൻ്റെ സമയത്തേന്, നോമ്പിന് നമ്മളെ കണ്ണൂർ ഒരു സംഭവമുണ്ട്. കണ്ണൂർ സിറ്റിയിൽ സെയിം അല്ല, നമ്മളിപ്പോൾ ദുബായിൽ കരാമ വൈബ് എന്നെല്ലാം പറഞ്ഞിട്ട് നോമ്പ് സമയത്ത് ഭയങ്കര ഒരു ഫുഡ് ഫെസ്റ്റ് പോലെയെല്ലാം നടക്കൂലേ, ആ സെയിം സംഭവം നമ്മളെ കണ്ണൂർ കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണ്ണൂർ സിറ്റിയിൽ അങ്ങനെ കണ്ണൂർ സിറ്റി ഭയങ്കര ഓണമായിരിക്കുമേ. അങ്ങനെ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് തുറന്ന് തറാവി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് സിറ്റിയിലേക്ക് പോകും. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് പോലെ ഇക്ക ആണ് എന്നെ ആദ്യം അവിടെ കൊണ്ടുപോയിന്. അപ്പോൾ അവിടെ ഭയങ്കര അടിപൊളി ഫുഡും എന്തെല്ലോ സംഭവങ്ങളിലുണ്ടാവും. അങ്ങനെ ഞാൻ സാധാരണ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് പോലെ. ഇക്കാൻ്റെ ഒക്കെ വണ്ടിയിൽ പോകുമ്പോൾ ഡ്രസ്സൊന്നും അങ്ങനെ നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ല പോലെ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇട്ട ഏത് ഡ്രസ്സാണ് അങ്ങനെ തന്നെയാണ് പോലെ. എന്നിട്ട് ഞാൻ പിന്നെ ഓർമ്മിച്ചിട്ടില്ല എന്നെ ആരെങ്കിലും കണ്ടാൽ അറിയുന്നോ അങ്ങനെയൊന്നും ഞാൻ ഓർമ്മിക്കാണ്ട് കണ്ണൂർ സിറ്റിയിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞ് തറാവിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രി പോയി. ഫുള്ള് ലേഡീസെല്ലാം ഉണ്ടാവേ ആടാ. അങ്ങനെ ഞാൻ നൈറ്റി ഇട്ടിട്ടാണ് പോയത്. നൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ കാണാൻ കുറച്ച് വൃത്തിയുള്ള നൈറ്റി തന്നെ, പക്ഷെങ്കിൽ നൈറ്റി ഇട്ട് ഹിജാബൊന്നും ഇടാണ്ട് സാധാരണ നൈറ്റിയും ഷാളും ഇട്ടിട്ട് പോയി. ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് പോയല്ല, വണ്ടിയിൽ കറങ്ങി മറ്റേ ചിരണ്ടി ഐസ് അതെല്ലാം തിന്നാൻ വേണ്ടി പോയതേനെ. പക്ഷെ നമ്മൾ അവിടെ ഒരു ഷോപ്പിൽ ഇറങ്ങി നമ്മളെന്തോ ഫുഡ് കഴിച്ച് പ്ലാൻ ആക്കാണ്ട ഫുഡ് കഴിച്ച്. അപ്പം നൈറ്റിയും ഷാളാണ് ഞാൻ ഇട്ടത്. അന്നേരം ആരെല്ലോ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ച്. ഞാനാണെങ്കിൽ ചമ്മി എന്തോ നമുക്ക് അന്നെ തന്നെ കാണാൻ നമ്മളൊരു കോൺഫിഡൻസ് ഇല്ലാണ്ട് പുറത്ത് പോയാലുണ്ടാവില്ലേ, നമുക്ക് എന്തോ പോലെ നമ്മളാരും കാണല്ലേ എന്ന് തോന്നൂലേ. അങ്ങനെയേനു എന്നോട് ആരെല്ലോ വന്ന് വർത്താനം പറഞ്ഞ്. എനിക്കാണെങ്കിൽ ചമ്മലുണ്ടോ, അവരോട് തിരിച്ചെന്തോ വർത്താനം പറയാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നല്ല ഡ്രസ്സെങ്കിലും ഇട്ടിട്ട് പോകലുണ്ട്. ആരെങ്കിലും കണ്ട് വന്ന് സംസാരിക്കുമ്പോൾ, സ്വന്തം വീട്ടിലുള്ള ആളെപ്പോലെ വന്ന് സംസാരിക്കുമ്പോൾ, നമ്മളെ വിശേഷങ്ങളെല്ലാം ചോദിക്കുമ്പോൾ എല്ലാം ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇല്ലേ, ഇത്രയേ ഉള്ളൂ പറയാൻ, വേറൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസ് എല്ലാം ഐറ്റമൊക്കെ കാണാം. താങ്ക് യു, ബൈ.